ഈ റെസ്ക്യൂ ചെയ്ത പാമ്പിനെ എന്താണ് ചെയ്യുക സാധാരണ? അതിനെ നോൺ വെനമസ് ആയിട്ടുള്ള അപകടകാരി അല്ലാത്ത പാമ്പാണ്. ഇപ്പോൾ വീടിനകത്ത് ചേരയെ കണ്ടു, അതിനെ വീടിൻ്റെ പുറത്ത് തന്നെ വീട്ടുകാരുടെ അനുമതിയോടുകൂടി റിലീസ് ചെയ്യും. അവർക്ക് ഭയമാണെന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് ആർക്കും അപകടമില്ലാത്ത അല്ലെങ്കിൽ സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് റിലീസ് ചെയ്യും. ഇനി വെനമസ് സ്നേക്കാണ്, ഒരു മൂർഖം പാമ്പാണ്, അതിന് ആളുതാമസം ഇല്ലാത്ത സ്ഥലത്തോ അല്ലെങ്കിൽ ആർക്കും അപകടമില്ലാത്ത രീതിയിൽ വനപ്രദേശത്തേക്കോ അതിനെ റീലൊക്കേറ്റ് ചെയ്യും. രാജവെമ്പാലയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉൾവനത്തിൽ തന്നെ കൊണ്ട് റിലീസ് ചെയ്യാണ് ചെയ്യാറ്. മലമ്പാമ്പ് പോലുള്ള പാമ്പുകളെയൊക്കെ നമ്മൾ കൂടുതലും വനപ്രദേശങ്ങളിൽ തന്നെ, കാരണം അതിനെ തല്ലിക്കൊല്ലുക മാത്രമല്ല അതിനെ ഭക്ഷിക്കുന്ന ആൾക്കാരും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു സേഫ്റ്റിയും കൂടി പരിഗണിച്ചിട്ട് നമ്മൾ വനത്തിനുള്ളിലേക്ക് കയറ്റി വിടുകയാണ് ചെയ്യാറ്. ഈ മലമ്പാമ്പ് വിഷമുള്ളതാണോ? ഇല്ല, വിഷമില്ലാത്ത പാമ്പ്. പക്ഷെ അത് ഉപദ്രവിക്കും മനുഷ്യരെ അങ്ങനെ ഉപദ്രവിക്കാറില്ല. അത് സാധാരണ എന്താണ്, ഈ മനുഷ്യനെന്ന് പറയുന്നത് നമുക്ക് കേരളത്തിലുള്ളത് ഇന്ത്യൻ റോക്ക് പൈത്തനാണ്. ഹ്യൂജ് സൈസ് ആയിട്ട് അത് വളരാറില്ല. പക്ഷേ ഈ ഇന്തോനേഷ്യ, മലേഷ്യ പോലുള്ള രാജ്യങ്ങളിൽ റെറ്റിക്കുലേറ്റഡ് പൈത്തൻസ് ഉണ്ട്. കുറെ കൂടെ നീളവും മണ്ണവും ഒക്കെയുള്ള ഭാരവും ഒക്കെയുള്ള വലിയ മലമ്പാമ്പാണ്. റെറ്റിക്കുലേറ്റഡ് പൈത്തൻ എന്നാണ് മനുഷ്യനെ പിടികൂടി വിഴുങ്ങി എന്നൊക്കെയുള്ള വാർത്തകൾ ഇടയ്ക്കൊക്കെ വരാറുണ്ട്. അതിന്റെ കാരണം അവിടെയുള്ള ആൾക്കാർ ചെറുതാണ്, അവിടെയുള്ള പൈത്തൻ വളരെ വലുതാണ്. അപ്പം അങ്ങനെ അപൂർവമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാകാം. പക്ഷെ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിൽ കാണപ്പെടുന്ന പൈത്തൻസ് ഒന്നും അങ്ങനെ ജനങ്ങളെ ഉപദ്രവിക്കുന്ന സൈസ് ഉള്ളതൊന്നും അല്ല. റെറ്റിക്കുലേറ്റഡ് പൈത്തൻ നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിലൊക്കെ കാണപ്പെടാറുണ്ട്, പക്ഷെ അത്ര ഹ്യൂജ് സൈസ് അല്ല. ഈ പാമ്പുകൾ, വിഷപ്പാമ്പുകൾ ദീർഘദൂരം സഞ്ചരിക്കാൻ കഴിവുള്ളവയാണോ? അത് എത്ര, ഇപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് കണ്ടു കഴിഞ്ഞാൽ അത് വേറെ ദൂരെയുള്ള സ്ഥലത്തേക്ക് എത്തിപ്പെടാനുള്ള സാധ്യതയുണ്ടോ? അത് അങ്ങനെ നമുക്ക് അത്ര ക്ലിയർ ആയിട്ടുള്ള ഡാറ്റ ഇല്ല, അത്തരം സ്റ്റഡീസ് ഒന്നും നടത്തിയിട്ടില്ല. പക്ഷേ സ്റ്റഡീസ് നടത്തിയിടത്തോളം ചില സ്പീഷീസിന് അതിൻ്റെ സ്വന്തം ടെറിട്ടറിയിലേക്ക് നാവിഗേറ്റ് ചെയ്ത് വരാനൊക്കെയുള്ള കഴിവുകളുണ്ട്. ഇപ്പോൾ മൂർഖം പാമ്പൊക്കെ എത്ര ദൂരം സഞ്ചരിക്കുമെന്നോ അതിന് ടെറിട്ടോറിയൽ നേച്ചർ ഉണ്ടോന്നോ അങ്ങനെയുള്ള സംഗതികളെ പറ്റി അങ്ങനെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡീസ് നടത്തിയിട്ടില്ല. പക്ഷെ കർണാടകയിൽ ആഗുംബെ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഒരു റെയിൻ ഫോറസ്റ്റ് റിസർച്ച് സ്റ്റേഷൻ ഉണ്ട്. പത്മശ്രീ റോമുലസ് വിറ്റേക്കർ സ്ഥാപിച്ചതാണ്. അപ്പോൾ അവിടെ ഇതുപോലെ ഒരു പേര് കിങ്കോബ്രയെ അവർ റെസ്ക്യൂ ചെയ്തിട്ട് അവരതിനെ ഇത് ചെയ്തു. അവർ അതിനെ ആ പിടികൂടിയ സ്ഥലത്ത് നിന്ന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒന്നിനെ 35 കിലോമീറ്റർ ദൂരെയും ഒന്നിനെ 65 കിലോമീറ്റർ ദൂരെയും റിലീസ് ചെയ്തിട്ട് രണ്ട് ടീമായിട്ട് അതിനെ മോണിറ്റർ ചെയ്തു. അത് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഫീമെയിൽ 35 കിലോമീറ്റർ ദൂരെ റിലീസ് ചെയ്ത പാമ്പ് ആ പിടികൂടിയ സ്ഥലത്ത് തിരിച്ചെത്തി. 3-ാമത്തെ ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും 65 കിലോമീറ്റർ ദൂരെ റിലീസ് ചെയ്ത മെയിൽ ആ സ്ഥലത്തേക്ക് തിരിച്ചെത്തി. അതിനെ ഫോളോ ചെയ്തപ്പോൾ കണ്ടെത്തിയൊരു സ്റ്റഡിയാണ്. അപ്പോൾ ഇത്രത്തോളം ഒരു 10-65 കിലോമീറ്റർ വരെയും യാത്ര ചെയ്ത് അതിൻ്റെ സ്വന്തം ടെറിട്ടറിയിലേക്ക് തിരിച്ചു വരാനുള്ള കഴിവ് കിങ്കോബ്രയ്ക്ക് ഉണ്ട് എന്നുള്ളതാണ് ആ ഒരു പഠനത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ എല്ലാ പാമ്പുകൾക്കും ഒരുപക്ഷെ മൂർഖന് ചിലപ്പോൾ അത്രത്തോളം 50-60 കിലോമീറ്റർ ചിലപ്പം തിരിച്ചെത്താൻ പറ്റുമായിരിക്കില്ല. പക്ഷികൾക്കൊക്കെ ഇപ്പം ദേശാടനം നടത്തുന്ന പക്ഷികൾക്ക് 20,000 കിലോമീറ്ററൊക്കെ ദൂരെ കൃത്യമായി പറന്നെത്താനും സഞ്ചരിക്കാനും, ഇവിടെ മുട്ടയിട്ട് കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞുങ്ങൾക്ക് അച്ഛൻ്റെ അമ്മയും സഹായം ഇല്ലാതെ തന്നെ അതിൻ്റെ സ്വദേശത്തേക്ക് പറന്ന് തിരിച്ചു പോകാനും അത്തരത്തിലുള്ള ഒരു അതിൻ്റെ സ്വന്തം ടെറിട്ടറി തിരിച്ചറിയാനും ഒക്കെയുള്ള കഴിവുകളുണ്ട്. ചില പാമ്പുകൾക്കും അങ്ങനെയുണ്ട്. അപ്പോൾ രാജവെമ്പാലയ്ക്ക് 65 കിലോമീറ്റർ സഞ്ചരിച്ച് തിരിച്ചെത്താൻ കഴിയുമെന്ന് ആ ഒരു പഠനത്തിലൂടെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാ പാമ്പും മന്ദബുദ്ധിയല്ല, എല്ലാ പാമ്പുകൾക്കും അങ്ങനെ ഇല്ല. അതായത് നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത ചില കഴിവുകൾ പാമ്പുകൾക്കുണ്ട്. അതിൽ ഒന്നാണ് ഈ അതിജീവനക്ഷമത എന്ന് പറയുന്നത്. ഏത് സാഹചര്യത്തിലും അതിജീവിക്കാൻ കഴിയും. അതായത് ആഹാരമില്ലാതെ മാസങ്ങളോളം അതിൻ്റെ മെറ്റബോളിക് ആക്ടിവിറ്റീസ് ഒക്കെ മിനിമൈസ് ചെയ്ത് ജീവിക്കാൻ പറ്റും. വർഷങ്ങളോളം പ്രത്യുൽപാദനം നടത്താൻ പറ്റും. പടം പൊഴിക്കുന്നത് അതായത് ഈ മനുഷ്യരെ പോലല്ല. ഇപ്പം വൃക്ഷങ്ങളൊക്കെ മുളച്ച് തൈയായി കഴിഞ്ഞാൽ അതിങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കുന്നു, അതിന്റെ മരണം വരെയും വളരുന്നു. പാമ്പുകളും അതുപോലാണ്. കുഞ്ഞായി ജനിച്ചു കഴിഞ്ഞാൽ അതിന്റെ മരണം വരെയും വളർന്നുകൊണ്ടിരിക്കുന്നു. നമ്മളൊരു 10, 15, 16 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ തടി വയ്ക്കത്തേ ഉള്ളൂ, പിന്നെ വളർച്ചയില്ല. അപ്പോൾ ഓരോ വളർച്ചയുടെ ഘട്ടം അതിങ്ങനെ പടം പൊഴിച്ച് അടുത്ത സ്റ്റേജിലേക്ക് ഇങ്ങനെ ഓരോ സ്പീഷീസിനനുസരിച്ച് സാധാരണഗതിയിൽ 5, 6, 7 തവണയൊക്കെ ഓരോ വർഷവും പടം പൊഴിച്ചിട്ട് വളർച്ചയുടെ അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കലാണ്. വളർന്നുകൊണ്ടേയിരിക്കുന്നതിന്റെ ഒരു ഇതാണ് പടം പൊഴിക്കൽ എന്ന് പറയുന്നത്. ഒരു മൂർഖന്റെ ഒക്കെ ആയുസ് എത്രയാണ്? അതിനെപ്പറ്റി നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഡാറ്റ അവൈലബിൾ അല്ല, സ്റ്റഡീസ് നടത്തിയിട്ടില്ല. നമ്മുടെ ക്യാപ്റ്റിവിറ്റിയിൽ കുഞ്ഞ് ജനിച്ചത് മുതൽ നമ്മുടെ കൈവശമുള്ള ഒരു പാമ്പാണെങ്കിലാണ് അതിന് എത്ര വയസ്സായി എന്ന് പറയാൻ പറ്റുക. കാരണം ഒരു ക്ലസ്റ്ററിലുള്ള ഒരു 30 മുട്ടയുടെ ഒരു ക്ലസ്റ്റർ വിരിഞ്ഞു 30 കുഞ്ഞുങ്ങൾ പുറത്തു വന്നു. 30 കുഞ്ഞുങ്ങളും നമ്മൾ അളന്നു നോക്കിയപ്പോഴേക്കും 21 സെന്റിമീറ്റർ നീളം ഉണ്ടെന്ന് വെച്ചോ.
3-5 വർഷം കഴിഞ്ഞിട്ട് ഈ 30 കുഞ്ഞുങ്ങളെയും നമ്മൾ കളക്ട് ചെയ്തിട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഇത് ഒരേ സൈസ് ആയിരിക്കില്ല. ഈ 30 പല സ്ഥലങ്ങളിൽ പോയിട്ട് പല ഭക്ഷണങ്ങൾ കഴിച്ച് പല കാലാവസ്ഥയിൽ ജീവിക്കുന്നതായിരിക്കും. പല സ്ഥലങ്ങളിലാണ് എസ്റ്റാബ്ലിഷ്ഡ് ആവുക. അപ്പോൾ അതിൻ്റെ ആഹാരത്തിൻ്റെ രീതി അനുസരിച്ച്, കാലാവസ്ഥയുടെ ഇതനുസരിച്ച് അതിൻ്റെ വളർച്ചയുടെ തോതിൽ വ്യത്യാസം ഉണ്ടാവും. ഒരു കാരണവശാലും വലുപ്പം വെച്ചിട്ട് അതിൻ്റെ പ്രായം നിർണ്ണയിക്കാൻ പറ്റില്ല. പിന്നെ സ്കെൽറ്റോക്രോണോഗ്രാഫി എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അതായത് മരിച്ചുപോയ ഒരു ജീവിയുടെ സ്കെൽട്ടൺ സാമ്പിൾ ഉണ്ടെങ്കിൽ അത് അനലൈസ് ചെയ്തിട്ട്, സ്കെൽറ്റോക്രോണോഗ്രാഫി എന്ന് പറയുന്ന ആ അനാലിസിസ് ചെയ്തിട്ട് നമുക്കത് എത്രാമത്തെ വയസ്സിലാണ് മരിച്ചു പോയത് എന്ന് പറയാൻ പറ്റും. അല്ലാതെ ജീവനുള്ള ഒരു പാമ്പിന്റെ ഏജ് എത്രയാണെന്ന് നമുക്ക് ഒരു കാരണവശാലും ഡിറ്റക്ട് ചെയ്യാൻ പറ്റത്തില്ല. അത്തരം സ്റ്റഡീസ് നമുക്ക് വളരെ കുറവാണ്. അപ്പൊ തുടക്കത്തിൽ എൻ്റെ അന്വേഷണം അവസാനിക്കുന്നത് പാമ്പ് ഒരു ഭീകര ജീവിയല്ല അല്ല എന്ന രീതിക്ക്. പാമ്പ് ഒരുപാട് ഉപകാരിയായിട്ടുള്ള ഒരു ജീവിയാണ്. ഒരുപാട് നമ്മുടെ പരിഗണനയൊക്കെ എന്ന് വെച്ച് നമ്മൾ പാമ്പിനെ എടുത്ത് ഉമ്മ കൊടുക്കുന്നത് പാമ്പിനോടുള്ള സ്നേഹമല്ല, അത് തിരിച്ചതിനൊരു ഉമ്മ വയ്ക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ വളരെ അപകടമാവും. അതെ, അപ്പോ അത്രയും പേടിക്കേണ്ട ഒരു ജീവിയല്ല. മര്യാദയ്ക്ക് കൈകാര്യം ചെയ്യുകയാണെങ്കിൽ നമുക്ക് വലിയ പ്രശ്നങ്ങളില്ലാതെ പോകാം. അതിനുള്ള സ്പേസ് അനുവദിച്ചു കൊടുത്താൽ മാത്രം മതി, അത് ജീവിച്ചോളും. നമ്മൾ അതിനു വേണ്ടി പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട, അതിനെ സംരക്ഷിക്കുകയും വേണ്ട, നമ്മൾ അതിന് ഫുഡും കൊടുക്കണ്ട, അതിന് വേണ്ട എന്താണ് പാർപ്പിടമോ മറ്റു സൗകര്യങ്ങളോ ഒന്നും ചെയ്തു കൊടുക്കണ്ട. അതിനറിയാം ജനിച്ച അന്ന് മുതൽ ജീവിക്കാനുള്ള പ്രാപ്തിയുള്ള, റെഡി ടു ലീവ് അല്ലെങ്കിൽ റെഡി ടു സർവൈവ് എന്നുള്ള കാറ്റഗറിയിൽ പെട്ട ഒരു ജീവിയാണ്. അച്ഛൻ്റെ അമ്മയുടെ ഒന്നും സഹായമില്ലാതെ അത് ജീവിച്ചോളും. നമ്മൾ പ്രത്യേകിച്ച് അങ്ങോട്ട് പോയി സ്നേഹിക്കാനോ ഉമ്മ കൊടുക്കാനോ അതിനെ സംരക്ഷിക്കാനോ ഒന്നും ചെയ്യണ്ട. അതിനെ ജീവിക്കാൻ അനുവദിക്കാനുള്ള സ്പേസ് അനുവദിച്ചു കൊടുക്കാൻ മാത്രം മതി, അത് ജീവിച്ചോളൂ. അത് നമ്മുടെ സ്പേസിലാണോ നമ്മൾ ചെക്ക് ചെയ്യും കൂടെ വേണം. നമ്മൾ ജാഗ്രത ഉണ്ടായിരുന്നാൽ മതി, അല്ലെങ്കിൽ കരുതൽ ഉണ്ടായിരുന്നാൽ മാത്രം മതി. ഓക്കെ, അവസാനമായിട്ട് ഒരു ചോദ്യം കൂടെ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട്, ഈ ഒരു പാമ്പിനെ പേടിയുള്ളവരോട് എന്താണ് പറയാനുള്ളത്? പാമ്പിനെ പേടി എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ വർഷങ്ങളായിട്ട് എൻ്റെ സർവീസിൻ്റെ ആരംഭം മുതൽ പാമ്പുകളെ റെസ്ക്യൂ ചെയ്യുന്ന ഒരാളാണ്. എനിക്കിപ്പോഴും പാമ്പിനെ പേടിയാണ്. പാമ്പിനെ പേടി എന്ന് പറയുന്നത് പ്രൈമേറ്റ്സിൻ്റെ ഒരു ബേസിക് ക്യാരക്ടറാണ്. പിന്നെ എന്താണ് അത്, നമ്മൾ പെട്ടെന്നൊരു പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്നൊരു റിയാക്ഷൻ, നമ്മൾ ഒരു ഹോർമോൺ, ആ ഒരു ഭയം ഉണ്ടാവും. നല്ലൊരു റെസ്ക്യൂർ ആവണമെങ്കിൽ, പാമ്പുകളെ രക്ഷപ്പെടുത്താൻ കഴിയുന്ന നല്ലൊരു റെസ്ക്യൂർ ആവണമെങ്കിൽ പാമ്പിനോടുള്ള പേടി ഉണ്ടാവണം. അത് എന്താണ്, സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുന്നതില്ലെങ്കിൽ അപകടം ഉണ്ടാകും എന്നുള്ളൊരു തിരിച്ചറിവും കൂടിയാണ്. അപ്പോൾ പേടിക്കുക എന്നുള്ളത് അതിനെ ഉപദ്രവിക്കുക എന്നുള്ളതല്ല. പാമ്പ് എന്താണ്, വിഷപ്പാമ്പാണ്, നമ്മൾ അനാവശ്യമായിട്ട് അതിൻ്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ അപകടമുണ്ടാകും എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്ക് നല്ലതാണ്. അതോടുകൂടി നമ്മൾ അതിനെ അതിൻ്റെ വഴിക്ക് വിട്ടേക്കുക, അത് നമ്മുടെ സ്പേസിലേക്ക് വരാതെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. കുറേ പ്രിക്കോഷണറി മെഷേഴ്സ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് സ്വീകരിച്ചു കഴിഞ്ഞാൽ വളരെ ഹെൽത്തി ആയിട്ട് പാമ്പുകളും മറ്റ് ജീവികളുമായിട്ട് നമുക്ക് കോഎക്സിസ്റ്റ് ചെയ്യാൻ പറ്റും. പാമ്പുകളോ മറ്റ് എല്ലാ ജീവികളും ഉണ്ടെങ്കിലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞതുപോലെ, തേനീച്ചകളില്ലാത്തൊരു ലോകത്ത് മനുഷ്യനോ മറ്റ് ജീവികൾക്കോ 4 വർഷത്തിൽ കൂടുതൽ അതിജീവനം അസാധ്യമാണ് എന്ന് തന്നെ വളരെ കൃത്യമായിട്ട് ഗവേഷണം നടത്തിയിട്ട് ശാസ്ത്രജ്ഞന്മാർ തെളിയിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെയാണ് ചേരയും പാമ്പും ഒന്നും ഇല്ലാത്തൊരു ഭൂമിയിൽ നമുക്ക് അതിജീവനം അസാധ്യമാണ് എന്ന് തന്നെ പറയാം. ഓക്കെ, അപ്പം എന്തായാലും ഒരുപാട് സന്തോഷം. എനിക്ക് ഒരുപാട് തിരിച്ചറിവാണ് ഈ ഒരു എപ്പിസോഡിലൂടെ എനിക്ക് ഉണ്ടായിരിക്കുന്നത്. പാമ്പുകളോട് എനിക്കിപ്പോൾ കുറച്ച് സ്നേഹമൊക്കെ തോന്നുന്നു. അനാഥരാണെന്ന് അറിഞ്ഞപ്പോഴേ എനിക്കൊരു സ്നേഹമൊക്കെ തോന്നുന്നു, സിമ്പതിയൊക്കെ തോന്നുന്നുണ്ട്. എന്തായാലും സന്തോഷം സാർ, ഒരുപാട് നന്ദിയും സ്നേഹമൊക്കെ. താങ്ക് യു സോ മച്ച്. പാമ്പ് അത്ര വലിയൊരു ഭീകര ജീവിയല്ല എന്ന് ഈ ഒരു സാറ്റർഡേ സവാരി കേട്ടപ്പോൾ മനസ്സിലായി കാണും. അപ്പോൾ എന്തായാലും ഇന്നത്തെ സാറ്റർഡേ സവാരി ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും അടുത്ത അധ്യായത്തിൽ ഒന്നിക്കാം. അതുവരേക്കും നന്ദി, നമസ്കാരം.